ആ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ കോളേജുകളുടെ ക്ലാസ് തുടങ്ങുന്നത് ഒരാഴ്ചയ്ക്ക് നീട്ടിവെച്ചു. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു. അങ്ങനെ നീട്ടിവെച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച വെറുതെ ഇരിക്കണം. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് എനിക്ക് പുതിയ ആൾ കയറി വന്നു. അപ്പോൾ അദ്ദേഹം കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്, KE കൃഷ്ണൻ എന്ന് പറയും. എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിപ്ലോമ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം ഇവിടെ കോതമംഗലത്തുകാരനാണ്. കോതമംഗലത്തിനടുത്ത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം അവിടുത്തെ ശാഖയിലെ മുഖ്യശിക്ഷകായിരുന്നു. അന്ന് കേശവദാസപുരത്തിനടുത്തുള്ള പട്ടം എന്ന സ്ഥലത്ത് ഒരു UP സ്കൂളിൽ ശാഖകൾ നടത്തിയിരുന്നു. പുതിയ ശാഖയാണ്. ശാഖയുടെ ചിട്ടവട്ടങ്ങളൊന്നും ആയിട്ടില്ല. ഈ KE കൃഷ്ണൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റായിരുന്ന കൃഷ്ണൻ ആയിരുന്നു അവിടുത്തെ മുഖ്യശിക്ഷക്. അപ്പോൾ ആ ശാഖയിലേക്ക് ഈ പരിസരങ്ങളിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഈ രാഘവൻ പിള്ള സാറിൻ്റെ മക്കൾ നേരത്തെ ചങ്ങനാശ്ശേരിയിൽ ജോലിയായിരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി ശാഖയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ അവരും KE കൃഷ്ണനും ഒക്കെ എന്നെയും ശാഖയിലേക്ക് വിളിച്ചു. ആ ശാഖയിൽ പോയി. അങ്ങനെ പട്ടം ഗവൺമെൻറ് UP സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ. അന്ന് UP സ്കൂൾ എന്നല്ല, മിഡിൽ സ്കൂൾ എന്നാണ് പേര്. പട്ടം ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അവിടെയായിരുന്നു ആദ്യത്തെ ശാഖ. അങ്ങനെ ആദ്യം ശാഖയിൽ പോയത് അവിടെയാണ്. പിന്നെ ആ ശാഖയിൽ ഇവരുടെ കൂടെ പതിവായിട്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സംഘവുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചത്. ഒരു ദിവസം ആ ശാഖയിൽ മറ്റൊരു മുതിർന്ന ആൾ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കർ ദാംലെ എന്നായിരുന്നു. ഭാസ്കർ ദാംലെയാണ് ആ സമയത്ത് തിരുവനന്തപുരത്ത് പ്രചാരകനായിട്ട് വന്നത്. അദ്ദേഹത്തിന് മുമ്പ് മനോഹർ ദേവ് എന്നൊരു പ്രചാരകനുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന ആദ്യകാല പ്രചാരകന്മാരിൽ ഒരാളാണ് മനോഹർ ദേവ്. ഈ മനോഹർ ദേവ് ആണ് പരമേശ്വർജിയൊക്കെ ശാഖയിലേക്ക് കൊണ്ടുവന്ന ആൾ തിരുവനന്തപുരത്ത്. അപ്പോൾ മനോഹർ ദേവ് തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോയി. നാഗ്പൂരിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്, നമ്മുടെ മോഹൻജി ഭാഗവതിൻ്റെ ഒക്കെ നാടാണ് ഇദ്ദേഹത്തിൻ്റെ നാട്. അങ്ങോട്ട് പോയി. പകരം വന്ന ആൾ ഭാസ്കർ ദാംലെയാണ്. അദ്ദേഹവും നാഗ്പൂർക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനു പൂനെയിലെ മറ്റുമായിരുന്നു തോന്നുന്നു, എവിടെയാണെന്ന് എനിക്കറിയില്ല. വലിയ ആചാനുഭവമായിട്ടുള്ള ആളാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഒരു ബഹുമാനം തോന്നും. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഭാസ്കർ ദാംലെ വന്നു. ഭാസ്കർ ദാംലെ വന്ന് അവിടുത്തെ ശാഖകളുടെ ചുമതലയൊക്കെ ഏറ്റെടുത്ത് അതോടുകൂടി തിരുവനന്തപുരം ശാഖയ്ക്ക് ഒരു പുതുജീവനുണ്ടായി. പണ്ട് വളരെ നല്ല ശാഖയായിട്ടാണ് തിരുവനന്തപുരം കണക്കാക്കിയിരുന്നത്. വലിയ വളരെ പ്രസിദ്ധരായിട്ടുള്ള പല ആൾക്കാരും അവിടുത്തെ സ്വയം സേവകരായിട്ടുണ്ടായിരുന്നു. അവർ പിന്നീടും വളരെ പ്രസിദ്ധന്മാരായി തീർന്നു. അതിൽ ചില ആൾക്കാർ സംഘം വിട്ടുപോയി, ചില ആൾക്കാർ സംഘത്തിൽ തുടർന്നു. പ്രധാനപ്പെട്ട ആൾ പരമേശ്വർജി തന്നെ. രാമചന്ദ്രൻ കർത്ത എന്ന് വേറെ ഒരാളുണ്ടായിരുന്നു. രാമചന്ദ്രൻ കർത്ത ഇവിടെ ഈ പാലയ്ക്കടുത്ത് പൂവരണിക്കാരനാണ്. അദ്ദേഹം പരമേശ്വർജിയും പിന്നെ ഇന്ന് ഏതാണ്ട് 100-ാം വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന MA കൃഷ്ണൻ അടൂർക്കാരനാണ്. അദ്ദേഹം സംസ്കൃത കോളേജിൽ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയതാണ്. അദ്ദേഹം ആ ശാഖയിലുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് വേറൊരാളുണ്ടായിരുന്നു. അദ്ദേഹവും സംസ്കൃത കോളേജ് വിദ്യാർത്ഥിയാണ്. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും റെക്കോർഡ് മാർക്ക് മേടിച്ച ആളാണ് ഈ ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണൻ ശാഖയിലെ തിരുവനന്തപുരത്തെ ഒരു ശാഖയിലെ മുഖ്യശിക്ഷകായിരുന്നു. ആ ഗോപാലകൃഷ്ണൻ പിന്നീട് സംസ്കൃത കോളേജിലെ അധ്യാപകനായി. ഈ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പലായിട്ട് വളരെ കാലം തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. ഈ KE കൃഷ്ണൻ എന്ന് പറഞ്ഞ് എന്നെ ആദ്യം ശാഖയിൽ കൊണ്ടുവന്ന ആൾ ചെറുവട്ടൂർക്കാരനാണ്. ചെറുവട്ടൂർ ഞങ്ങളുടെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെ താമസിക്കുന്ന വീടാണ്. അതിൻ്റെയും വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ സംഘത്തിൽ വരുന്ന ആൾക്കാരോടും ജാതി ചോദിക്കാറില്ലല്ലോ. അപ്പോൾ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുണ്ട്, തൊടുപുഴക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിട്ടുള്ള ചെറുവട്ടൂരിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചേച്ചിയെ വിവാഹം കഴിച്ചിട്ടുള്ള ആ വീട്ടിലെ കുറേ ആൾക്കാർ ചേർന്നിട്ട് കന്യാകുമാരിക്ക് ഒരു യാത്ര പുറപ്പെട്ടു. അപ്പോൾ എന്നെയും കൊണ്ടുപോയ സമയത്ത് ഞാനും ആദ്യമായിട്ട് കന്യാകുമാരിക്ക് പോകുന്ന ആ സമയത്താണ്. അപ്പോൾ പോകുന്ന വഴിക്ക് SNDP യോഗത്തിൻ്റെ 50-ാം വാർഷികം കനക ജൂബിലി സമ്മേളനം കൊല്ലത്ത് SN കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിലെയാണ് പോയത്. അപ്പോൾ അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് സംഘത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് സംഘത്തിൽ വന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സംഘത്തിൽ വന്നത് ഇങ്ങനെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്തെ ആളാണ്. ഞാൻ പറഞ്ഞു, പക്ഷേ എന്നെ സംഘയിൽ കൊണ്ടുവന്ന ആൾ ചെറുവട്ടൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടും ചെറുവട്ടൂരാണ്. ഏതാ ചെറുവട്ടൂരെന്ന് ചോദിച്ചു.
ഇപ്പോൾ അയാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് സെക്കന്ദരാബാദിലോ മറ്റോ റെയിൽവേയിൽ ജോലി കിട്ടി അവിടെ എങ്ങാണ്ടാണ്. നാട്ടിലും വലിയ പരിചയമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് റെയിൽവേയിൽ ജോലിയായിട്ട് എവിടെയാണ്, ഇപ്പോൾ എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കൃഷ്ണൻ എന്ന് ചോദിച്ചു. ഏതാണെന്ന് എനിക്കറിയില്ല. കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, മനസ്സിലായി, ആ പെലേൻ കൃഷ്ണൻ. അപ്പോൾ അവരുടെ മനസ്സിരിപ്പോൾ അതാണ്. ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ മറ്റു യോഗ്യതകളല്ല, പിന്നെ പെലേൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കെ കൃഷ്ണൻ ആളുകളെ വശീകരിക്കുന്നതിനൊക്കെ വളരെ സമർത്ഥനായിരുന്നു. അതേപോലെ തന്നെയാണ് എം എ സാറും. എം എ സാറ് സംസ്കൃത കോളേജിലാണ് പഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് അടൂരായിരുന്നു. അടൂരിനടുത്ത് ഐവർകാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഐവർകാല എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പഞ്ചപാണ്ഡവന്മാർ വന്ന് താമസിച്ചിരുന്ന സ്ഥലം എന്നാണ് അതിനെപ്പറ്റി പറയുക. ഈ ഐവർ മഠം, ഐവർകാല എന്നൊക്കെ പറഞ്ഞാൽ ഐവർ ചേർത്ത് വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പഞ്ചപാണ്ഡവന്മാരുമായിട്ട് ബന്ധമുള്ള സ്ഥലം എന്നാണ് പറയുക. ഐവർ കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, അതും പാണ്ഡവന്മാരുടെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനിടയായി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സംഘത്തിൻ്റെ അഖിലേന്ത്യാ അധികാരിമാരെ ഒന്നും നമ്മളറിയില്ല. സംഘത്തിനെ പറ്റി അതുവരെ കേട്ടിരുന്നത് ഗാന്ധിയൊക്കെ കൊന്ന പാർട്ടിക്കാരെന്നാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ആ സമയത്ത് സംഘത്തിൻ്റെ തമിഴ്നാടും കേരളവും ചേർന്ന്, കേരളമില്ല തിരുവിതാംകൂറുമൊക്കെ ചേർന്നിട്ട് ഒരൊറ്റ പ്രാന്തമാണെന്ന്, മലബാർക്ക് അതിലാണ് പെടുക. അതിൻ്റെ പ്രാന്ത കാര്യവാഹായിരുന്ന അണ്ണാജി, ദക്ഷിണാമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. തൊടുപുഴയാണെന്ന് പറഞ്ഞു. തൊടുപുഴ എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയാണെന്ന്. കൊല്ലത്ത് സംഘത്തിൻ്റെ ഒരു ശിബിരം, ഹേമന്ത ശിബിരം നടത്താനായിട്ട് തീരുമാനിച്ചു. അന്നത്തെ തിരുവിതാംകൂർ, കൊച്ചി, മധുര, തിരുനെൽവേലി ഇത്തരം ജില്ലകൾ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ കുറേ തമിഴ് വിദ്യാർത്ഥികളുണ്ട്, കുറേ ബാക്കിയൊക്കെ മലയാളമായിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു. കൊല്ലത്ത് SN കോളേജിലാണ് ആ ക്യാമ്പ് നടന്നത്. അപ്പോൾ ആ ക്യാമ്പിന് പോകണം എന്ന് തീരുമാനിച്ചു. ഈ ഡിസംബർ മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ദിവസം നേരത്തെ പോയി കൊല്ലത്ത് ചെന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്തു. അതാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സംഘശിബിരം. ആ ശിബിരത്തിൽ പങ്കെടുത്ത് അതിൽ മുഖ്യ അധികാരിയായിട്ട് വന്നത് ഭയ്യാജി ദാണി എന്ന ആളായിരുന്നു. ഈ ഭയ്യാജി ദാണി പിന്നീട് സർക്കാരിവാഹായി തീർന്നു. അതുമാത്രമല്ല, ഡോക്ടർജി ബനാറസ് ഹിന്ദു സർവകലാശാലയിലേക്ക് പഠിക്കാനായിട്ട് പ്രത്യേകം അയച്ച ആളാണ് ഈ ഭയ്യാജി ദാണി. ഭയ്യാജി ദാണി ആണ് ബനാറസിൽ ശാഖ തുടങ്ങിയത്. അദ്ദേഹമാണ് ഗുരുജിയെ സംഘത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാമുള്ള ഒരാൾ, എല്ലാ കാര്യത്തിനും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആളാണ്. ആ ഭയ്യാജി ദാണി ആണ് ക്യാമ്പിന് വരുന്നത്. ഭയ്യാജി ദാണിയെ പറ്റിയിട്ട് മറ്റു വളരെ അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആത്മവിശ്വാസത്തിനെ പറ്റിയിട്ട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ദൂരക്കാഴ്ചയെ പറ്റിയിട്ടുമൊക്കെയുള്ള അനവധി കഥകളുണ്ട്. അതിലൊരു സംഭവം, ഈ വിഭജനകാലത്ത് സംഘം നടത്തിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുമൊക്കെ ഭയ്യാജി ദാണി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ബനാറസ് ഹിന്ദു സർവകലാശാലയിലത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള അധ്യാപകരൊക്കെ സിന്ധുകാരായിരുന്നു. ആചാര്യ കൃപലാനി, അതേ ടൈപ്പ് വലിയ വലിയ ആളുകൾ, സിന്ധി പ്രൊഫസർമാരായിരുന്നു എല്ലാവരും. സിന്ധികൾ ആ നിലയിൽ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അവർ ബനാറസിലും ഈ സിന്ധിനെ അന്നത്തെ ബോംബെ പ്രസിഡൻസിയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്താനായിട്ടുള്ള ഒരു പ്രക്ഷോഭണം ഉണ്ടായിരുന്നു ആ കാലത്ത്. ബോംബെ പ്രസിഡൻസി വളരെ വലുതാണ്. ഇങ്ങ് കർണാടക മുതൽ അങ്ങ് സിന്ധ് വരെയുള്ള പ്രദേശങ്ങൾ ബോംബെ പ്രസിഡൻസിയിലായിരുന്നു. അപ്പോൾ സിന്ധിനെ വേറെ ആക്കണം, സിന്ധ് വേറെ പ്രോവിൻസ് ആക്കണം എന്ന് പറഞ്ഞ ഒരു പ്രക്ഷോഭണം കൂട്ടി. ആ പ്രക്ഷോഭണം ബനാറസിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ സിന്ധിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. പക്ഷേ സംയുക്ത ഈ ബോംബെ സംസ്ഥാനത്തിൽ അങ്ങനെയല്ല, ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അപ്പോൾ ഈ സംഘത്തിൻ്റെ സ്വയംസേവകരായിരുന്ന പ്രൊഫസർമാർ, വിദ്യാർത്ഥികൾ, ഭയ്യാജി ദാണിയെ പോലെയുള്ള ആൾക്കാർ, നാനാജി ദേശ്മുഖ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ പ്രൊഫസർമാരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ അടിമകളായി പോവും, മുസ്ലിങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രായം. അന്ന് ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊരു ചിന്തയില്ല. അപ്പോൾ ആ വിദ്യാർത്ഥികൾ, ഈ ആചാര്യ കൃപലാനിയെ പോലെയുള്ള അവിടുത്തെ പ്രൊഫസർമാർ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞു, വാട്ട് ഡു യു നോ ഓഫ് ഹിസ്റ്ററി? യു ആർ ഓൺലി സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി, വി ആർ പ്രൊഫസേഴ്സ് ഓഫ് ഹിസ്റ്ററി, വി ആർ ടീച്ചേഴ്സ് ഓഫ് ഹിസ്റ്ററി, വാട്ട് ഡു യു നോ ഓഫ് ഹിസ്റ്ററി? അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള മട്ടിൽ അവർ സംസാരിച്ചു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട്
ഇന്ത്യ വിഭജിച്ചതിന് ശേഷം കണ്ണീരും കയ്യുമായിട്ട് ഈ പ്രൊഫസർമാരെല്ലാം അവിടുന്ന് സിന്ധിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു. അങ്ങനെ ഓടിപ്പോരേണ്ടി വന്ന സമയത്ത് അവർ സംഘം ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് അവർ രക്ഷയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഭയ്യാജിദാണി പറഞ്ഞു, ഈ മറ്റേ കുട്ടികൾ അന്ന് പറഞ്ഞു, യു ആർ ഓൺലി ടീച്ചേഴ്സ് ഓഫ് ഹിസ്റ്ററി, റീഡേഴ്സ് ഓഫ് ഹിസ്റ്ററി, ബട്ട് വി ആർ മേക്കേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. അപ്പം ഇവരോട് ഭയ്യാജിദാണിയുടെ മറ്റേ പ്രൊഫസർമാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ വെറും ചരിത്രം വായിക്കുന്നവർ മാത്രമാണ്, നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഈ പ്രൊഫസർമാർ ഇവരോട് പറഞ്ഞ കാര്യം ഭയ്യാജിദാണി പിന്നെ ഒരു ബൗദ്ധിക്കിൽ പറയുകയുണ്ടായി. നിങ്ങൾ എങ്ങനെയാണ് ചരിത്രം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, കണ്ണീരും കൈയുമായിട്ട് ഞങ്ങൾ പോരേണ്ടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലത്തെ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഈ സംഘത്തെക്കുറിച്ചുള്ള നമ്മുടെ ആ വീക്ഷണത്തിന് ഒരു വലിപ്പമുണ്ടായി. കാരണം കൊല്ലം മുതലുള്ള കന്യാകുമാരി മുതൽ തൃശ്ശൂർ വരെയും അതേപോലെ തിരുനെൽവേലി, കന്യാകുമാരി, ഇവിടെ മധുര മുതലായിട്ടുള്ള ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്വയംസേവകരൊക്കെ പരിചയപ്പെടാനും ഓർക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ സംഘത്തിനെ കുറിച്ചിട്ടുള്ള ആ കാഴ്ചപ്പാടിനൊരു വലിപ്പം വന്നു എന്നർത്ഥം.